എന്താ? എന്താ മോളെ ഇത്? എന്താ പറയടി? മോളെ നീ എന്താണെന്നൊന്ന് പറ. അതിങ്ങോട്ട് താ. അതിങ്ങോട്ട് വാങ്ങ. നമ്മളെയൊക്കെ ഉപേക്ഷിച്ച് പോയമ്മ. പോകാനോ? എന്തൊക്കെ നീ പറയുന്നേ? അതിങ്ങെടുക്ക്. ഈ കത്ത് നിങ്ങളുടെ കയ്യിലെത്തുമ്പോഴേക്കും ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ദൂരം എത്തിക്കഴിഞ്ഞിരിക്കും. ഈ കത്ത് ആദ്യം വായിക്കുന്നത് ആരായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അമ്മ, എൻ്റെ സ്വന്തം പാറു ഇത് വായിക്കണമെന്ന എൻ്റെ ആഗ്രഹം. വെറും കടലാസ് മാത്രമായിരുന്നു എന്നെ എടുത്തുകൊണ്ട് പോയി ഈ കാണുന്ന ഗൗതമാക്കി വളർത്തിയെടുത്തത് എൻ്റെ അമ്മയാണ്. അത് ഇനി ജീവിതം ഉണ്ടെങ്കിൽ പോലും എനിക്ക് മറക്കാനാവില്ല. ഈ ജീവിതം ഇത്രയൊക്കെ ആഘോഷിച്ചില്ല എന്നായിരിക്കും ദൈവം തീരുമാനിച്ചത്. മതി. എന്തൊക്കെ പറഞ്ഞാലും നൊന്തു പ്രസവിച്ച ഒരു മകനും ദത്തുപുത്രനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നാലും ഒരനാഥനായ ഞാൻ ഇക്കാലം അത്രയും ഒരച്ഛൻ്റെയും അമ്മയുടെയും അനിയൻ്റെയും അനിയത്തിയുടെ ഒക്കെ സ്നേഹം അനുഭവിച്ചില്ല. അവരെ സ്നേഹിക്കാനായില്ലേ? മതി, എല്ലാം മതി. സന്തോഷമേ ഉള്ളൂ. പ്രണവിൻ്റെയോ യാമിനിയുടെയോ സ്ഥാനം ഈശ്വരമംഗലത്ത് എനിക്കില്ല. ഞാനത് ആഗ്രഹിക്കാനും പാടില്ല. ഇത്രയും കാലം ഞാൻ അനുഭവിച്ച സ്നേഹമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വത്ത്. അതിനപ്പുറം ഒന്നും എനിക്ക് വേണ്ട. പക്ഷേ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നെ മറന്നേക്കുക, എല്ലാവരും മറന്നേക്കുക എന്ന് എൻ്റെ അമ്മയുടെ സ്വന്തം മകൻ, എൻ്റെ പാറുവിൻ്റെ പൊന്നുമ ഗൗതം. കേട്ടില്ലേ നീ? എൻ്റെ പാറുവിൻ്റെ പൊന്നുമോൻ എന്ന് പറഞ്ഞിട്ട് അവൻ കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്റെ മോൻ എന്നെ വിട്ടിട്ട് പോയി. ഗൗതം, മോന് നീ ഇതെവിടെ പോയി മോന്? എന്തിനാണ് പാറുവിനെ വിട്ടിട്ട് പോയത്? പാറു, കരയില്ലേ നീ? അവനെങ്ങും പോവില്ല, തിരിച്ചു വരും. നമ്മുടെ മോനല്ലേ അവൻ. ഇത് തന്നെ ഞാൻ പേടിച്ചത്. ഇതുകൊണ്ട് ഞാനൊന്നും പുറത്തു പറയാതിരുന്നത്. ഞാൻ ചത്തുകളയും ഗോപേട്ട. എന്റെ കുഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം?